ഇറ്റലിയിലെ പിസാ ഗോപുരത്തേക്കാൾ ചെരിവുള്ള ഒരു ക്ഷേത്രഗോപുരമുണ്ട് നമ്മുടെ ഭാരതത്തിൽ. പറഞ്ഞു വരുന്നത് വാരണാസിയിലെ മണികർണികാഘട്ടിനും സിന്ധ്യാഘട്ടിനും ഇടയിലുള്ള രത്നേശ്വർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കാര്യമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ പിസാ ഗോപുരത്തിൻ്റെ അത്രയും പ്രശസ്തിയിലേക്ക് ഉയരാൻ അല്ലെങ്കിൽ ലോകശ്രദ്ധയെ ആകർഷിക്കാൻ ഈ ക്ഷേത്രത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. പിസാ ഗോപുരത്തിൻ്റെ ചെരിവ് 4 ഡിഗ്രിയാണെങ്കിൽ ഈ ക്ഷേത്രഗോപുരം ചെരിഞ്ഞിരിക്കുന്നത് 9 ഡിഗ്രിയാണ്. വടക്ക് പടിഞ്ഞാറോട്ടാണ് ക്ഷേത്രത്തിൻ്റെ ചെരിവ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത്. വാരണാസിയിലെ മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഘാട്ടുകൾക്ക് താഴെയായി നദീതീരത്തോട് ചേർന്നാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മഴക്കാലത്ത് ഈ ക്ഷേത്രം 80% വെള്ളത്തിനടിയിലായിരിക്കും. ക്ഷേത്രഗോപുരത്തിൻ്റെ മുകൾ ഭാഗം മാത്രമാണ് ആ സമയം നമുക്ക് കാണാനാവുക. പണ്ടുകാലത്ത് ക്ഷേത്രം വെള്ളത്തിനടിയിൽ മുങ്ങുന്ന സമയവും പുരോഹിതന്മാർ വെള്ളത്തിനടിയിൽ ചെന്ന് പൂജകൾ നിർവഹിക്കുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിന് നിർമ്മാണ കാലയളവിനെപ്പറ്റി വ്യക്തമായ വിവരങ്ങളൊന്നുമില്ല. ഏകദേശം 500 വർഷങ്ങൾക്ക് മുൻപ് രാജാ മാൻസിങ്ങിൻ്റെ ഒരു സേവകൻ തൻ്റെ അമ്മ രത്നബായിക്ക് വേണ്ടി നിർമ്മിച്ചതാണിതെന്ന് പറയപ്പെടുന്നു. റവന്യൂ രേഖകൾ പറയുന്നതനുസരിച്ച് 1820 മുതൽ 1830 വരെയുള്ള കാലത്താവാം നിർമ്മിച്ചത് എന്നും പറയപ്പെടുന്നു. അതേസമയം മറ്റു ചിലർ പറയുന്നത് 19-ാം നൂറ്റാണ്ടിൽ ഗ്വാളിയോറിലെ രാജ്ഞി ബൈജാബായിയാണ് നിർമ്മിച്ചതെന്ന്. എന്തായാലും വ്യക്തമായ വിവരങ്ങളൊന്നും ഇതിൻ്റെ നിർമ്മാണ കാലയളവിനെപ്പറ്റി ലഭ്യമല്ല. വാരണാസിയിലെ ചെരിഞ്ഞ ക്ഷേത്രം എന്ന അർത്ഥത്തിൽ കാശി കർവത് എന്നൊരു പേരും രത്നേശ്വർ മഹാദേവ ക്ഷേത്രത്തിനുണ്ട്. പഴയ കാലത്തെ ചിത്രങ്ങളിൽ പക്ഷേ ക്ഷേത്രത്തിന് ഈ ചെരിവ് കാണുന്നില്ല. മഴക്കാലത്ത് വെള്ളം കയറുന്നത് മൂലം അടിത്തറ ദുർബലമായതാണ് ക്ഷേത്രം ചെരിയാനുള്ള കാരണം. മനോഹരമായ വാസ്തുവിദ്യയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രം മാത്രമല്ല, വേറെയും ചില ക്ഷേത്രങ്ങൾ നദീതീരത്തോട് ചേർന്നുണ്ടായിരുന്നുവെന്ന് പഴയകാല ചിത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. പക്ഷേ കാലത്തെ അതിജീവിച്ചത് ഈ ക്ഷേത്രം മാത്രമാണ്. വെള്ളം കയറുന്ന സ്ഥലമാണ്, അടിത്തറ ദുർബലമാകും എന്നറിയാമായിരുന്നുവെങ്കിലും ഇത്രയും താഴ്ന്ന ഒരു ഭാഗത്ത് ഇതുപോലൊരു ക്ഷേത്രം നിർമ്മിച്ചതിൻ്റെ കാരണവും നിഗൂഢമായി തുടരുന്നു. കാശിയിലെത്തുന്ന ഫോട്ടോഗ്രാഫി പ്രേമികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണിത്. വാരണാസിയിലെത്തിയാൽ മറക്കാതെ സന്ദർശിക്കേണ്ട മറ്റൊരു സ്ഥലമാണ് ബനാറസ് യൂണിവേഴ്സിറ്റി ക്യാമ്പസും അതിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ബിർള മന്ദിർ എന്നുകൂടി അറിയപ്പെടുന്ന പുതിയ കാശി വിശ്വനാഥ ക്ഷേത്രവും. സ്ഥലങ്ങളെല്ലാം സാവകാശം കണ്ടുപോകാമെന്ന് കരുതി സൈക്കിൾ റിക്ഷയിലാണ് ക്യാമ്പസിനുള്ളിലേക്ക് പോയത്. സത്യത്തിൽ അമ്പരന്നുപോയി. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിക്ക് 2 ക്യാമ്പസുകളാണുള്ളത്. ഇത് വാരണാസിയുടെ തെക്കേ അറ്റത്തായി ഗംഗയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാന ഭാഗം തന്നെ ഏതാണ്ട് 1370 ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത്. കഴിയുമെങ്കിൽ കാശിയിൽ വരുമ്പോൾ ഈ ക്യാമ്പസ് വന്നൊന്ന് കാണുക തന്നെ വേണം. ഇരുവശങ്ങളിലും മരങ്ങളും പൂന്തോട്ടങ്ങളുമൊക്കെയായി നീണ്ടു നിവർന്നു കിടക്കുന്ന പാതകൾ. തികച്ചും ശാന്തമായൊരിടം. ഒരു ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം. ഭാരതത്തിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുമായി 30,000-ത്തിലധികം വിദ്യാർത്ഥികളും 18,000-ത്തോളം പേർക്ക് താമസിച്ച് പഠിക്കാൻ സൗകര്യമുള്ളതുമായ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ സർവകലാശാലയാണ് BHU എന്ന ചുരുക്കപ്പേരിൽ കൂടി അറിയപ്പെടുന്ന ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ഇന്ത്യ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ് ആയി പ്രഖ്യാപിച്ച 8 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഈ സർവകലാശാല. ബ്രിക്സ് രാജ്യങ്ങളിലെ പ്രമുഖ ഗവേഷണ സർവകലാശാലകളുടെ കൂട്ടായ്മയായ ബ്രിക്സ് യൂണിവേഴ്സിറ്റി ലീഗിലെ ഇന്ത്യയിൽ നിന്നുള്ള 12 സ്ഥാപനങ്ങളിൽ ഒന്നാണിത്. മദൻ മോഹൻ മാളവ്യയുടെ ആശയമനുസരിച്ച് മദൻ മോഹൻ മാളവ്യ, ആനി ബെസന്റ്, ദർഭംഗ രാജിലെ മഹാരാജ രാമേശ്വർ സിംഗ്, നാരായൺ രാജവംശത്തിലെ പ്രഭു നാരായൺ സിംഗ്, ആദിത്യ നാരായൺ സിംഗ് എന്നിവർ സംയുക്തമായി നിർമ്മിച്ചതാണ് ഈ സർവകലാശാല. ഈ ക്യാമ്പസിലെ വഴികളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇത്തരമൊരു ക്യാമ്പസിൽ പഠിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് വെറുതെ ആശിച്ചുപോയി. BHU ക്യാമ്പസിനുള്ളിലാണ് ബിർള മന്ദിർ എന്നുകൂടി അറിയപ്പെടുന്ന പുതിയ കാശി വിശ്വനാഥ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന് പുറത്തായി ധാരാളം ഭക്ഷണശാലകളും പൂജാസാധനങ്ങൾ വിൽക്കുന്ന കടകളുമൊക്കെ കാണാം. ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ ഒരു പ്രധാന വിശ്രമ സങ്കേതമാണ് ഈ ക്ഷേത്ര പരിസരം. നിറയെ മരങ്ങളും പുൽത്തകടികളും വിശ്രമസ്ഥലങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. രാവിലെ 6 മണി മുതൽ 12 മണി വരെയും 1 മണി മുതൽ 9 മണി വരെയുമാണ് ക്ഷേത്രത്തിലെ പ്രവേശന സമയം. അവിടെ ചെന്നപ്പോൾ സമയം 12 മണിയായി കഴിഞ്ഞിരുന്നു. ക്ഷേത്രകവാടം തുറക്കണമെങ്കിൽ ധാരാളം സമയമുള്ളതുകൊണ്ട് അവിടെയൊക്കെ ഒന്ന് ചുറ്റി നടക്കാനിറങ്ങി. ഫൈൻ ആർട്സിലെ കുട്ടികളാണെന്ന് തോന്നുന്നു അവിടെ ചിത്രങ്ങളും മറ്റും വരച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. നമ്മൾ വെറുതെ ഇരുന്ന് കൊടുത്താൽ നമ്മുടെ ചിത്രം വളരെ ഭംഗിയായി അവരപ്പോൾ തന്നെ വരച്ചു തരും. അങ്ങനെ ചിത്രങ്ങൾ വരപ്പിക്കാനും മറ്റും ധാരാളം ആളുകൾ ഇരിക്കുന്നത് കാണാം. ചെറിയ ചെറിയ ക്യാൻവാസുകളിൽ അവർ ചിത്രങ്ങൾ വരയ്ക്കുന്നത് കാണുമ്പോൾ തന്നെ അത്ഭുതമാകും. കൂടുതലും കാശിയിലെ കാഴ്ചകളും ദേവീദേവന്മാരുടെ ചിത്രങ്ങളുമൊക്കെയാണ് വരച്ചിരിക്കുന്നത്. നമ്മൾ പറയുന്ന വലുപ്പത്തിലുള്ള ക്യാൻവാസുകളിൽ അവർ നമ്മൾ ആവശ്യപ്പെടുന്ന ചിത്രങ്ങൾ വരച്ചു തരും. അവർ വരച്ചിരിക്കുന്ന ധാരാളം ചിത്രങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അവ വേണമെങ്കിൽ നമുക്ക് വാങ്ങുകയും ആവാം.
വിദ്യാർത്ഥികൾക്ക് അത്യാവശ്യം പോക്കറ്റ് മണിക്ക് ആവശ്യമുള്ളത് ഇവിടെ നിന്ന് തന്നെ കിട്ടും. ഒന്നരയോടെ ക്ഷേത്രകവാടം തുറന്നു. ചെരിപ്പ് ഊരിയതിന് ശേഷം വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പ്രത്യേകിച്ച് ഫീസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഏതാണ്ട് 5 ഏക്കറോളം സ്ഥലത്താണ് ചുറ്റുമതിലോടുകൂടിയ ഈ മനോഹര ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. തനതായ ഉത്തരേന്ത്യൻ വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ഒന്ന് കാണുക തന്നെ വേണം. ഏതാണ്ട് 35 വർഷമെടുത്ത് നിർമ്മിച്ച ഒരു ക്ഷേത്രമാണിത്. മുഗൾ രാജാക്കന്മാർ പലതവണ കാശി വിശ്വനാഥ ക്ഷേത്രം നശിപ്പിച്ചു. അങ്ങനെയാണ് പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ BHU ക്യാമ്പസിനുള്ളിൽ പഴയ വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ഒരു പകർപ്പ് നിർമ്മിക്കാൻ തീരുമാനമെടുക്കുന്നത്. 1931 ബിർള കുടുംബം ഈ ബൃഹത്തായ പദ്ധതി ഏറ്റെടുത്ത് നിർമ്മിച്ചു കൊടുക്കാമെന്ന് സമ്മതിച്ചു. 35 വർഷത്തെ ശ്രമകരമായ ദൗത്യത്തിന് ശേഷമാണ് 1966 ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയത്. ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗം മിക്കവാറും മാർബിൾ കൊണ്ട് നിർമ്മിച്ചതാണ്. ധാരാളം കൊത്തുപണികളും ചിത്രകലകളുമൊക്കെ ഇതിനുള്ളിൽ കാണാം. ഭഗവത്ഗീതയിലെ സന്ദർഭങ്ങൾ മുഴുവനും ഭിത്തികളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. കൂടാതെ മറ്റ് പുരാണ കഥാസന്ദർഭങ്ങളും. കാശി വിശ്വനാഥനെ കൂടാതെ മറ്റു ഉപദേവാലയങ്ങളും ഇതിനുള്ളിലുണ്ട്. ക്ഷേത്രത്തിനുള്ളിലേക്ക് ഫോട്ടോഗ്രാഫി അനുവദനീയമല്ല. 7 ക്ഷേത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമുച്ചയമാണിത്. ശിവക്ഷേത്രം താഴത്തെ നിലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദുർഗാക്ഷേത്രവും ലക്ഷ്മീനാരായണ ക്ഷേത്രവും 1-ാം നിലയിലാണ്. നടരാജൻ, പാർവതീദേവി, ഗണപതി, ഹനുമാൻ, പഞ്ചമുഖത്തോടുകൂടിയ മഹാദേവൻ, സരസ്വതി, നന്ദി എന്നീ മൂർത്തികളാണ് മറ്റ് പ്രതിഷ്ഠകൾ. ക്ഷേത്രത്തിൻ്റെ ഗോപുരങ്ങൾ, ബാൽക്കണികൾ, മണ്ഡപങ്ങൾ, മറ്റു കൊത്തുപണികൾ എന്നിവയെല്ലാം വളരെ സങ്കീർണമായി നിർമ്മിച്ചിട്ടുള്ളവയാണ്. ക്ഷേത്രമതിലുകൾ മുഴുവനും പുൽത്തകിടികളും പൂന്തോട്ടങ്ങളും മരങ്ങളുമൊക്കെ നിറഞ്ഞതാണ്. കുറച്ചു സമയം ക്ഷേത്രത്തിനുള്ളിൽ ചെലവഴിച്ചതിന് ശേഷം മടക്കയാത്ര ആരംഭിച്ചു. വിശ്വനാഥ ക്ഷേത്ര പരിസരത്ത് നിന്നും 6 കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടേക്കുള്ളത്. കഴിഞ്ഞ വീഡിയോകളിൽ ചേർക്കാൻ വിട്ടുപോയ 2 ഭാഗങ്ങളായിരുന്നു ഇത്. ഇനി കൂടുതലായി മനസ്സിലാക്കേണ്ടത് കാശിയിലെ 85 ഘട്ടുകളുടെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. ആ കാഴ്ചകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.